ഓൺലൈനിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോയിൽ ലിസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പാറ്റേൺസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഡേഞ്ചറിലാണ്. ആ പ്രൊഡക്റ്റ് മാറ്റി വേറൊരു പ്രൊഡക്റ്റ് എടുക്കാനുള്ള സമയമായി എന്നാണ് അർത്ഥം. ഇതിനകത്ത് ഒന്നാമത്തത് പുവർ കസ്റ്റമർ റിവ്യൂസ് ആണ്. നിങ്ങളുടെ കസ്റ്റമർ റിവ്യൂസ് നാൾക്ക് നാൾ വളരെ ബാഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ പുതിയ നല്ല റിവ്യൂസ് ഒന്നും കിട്ടുന്നില്ല, എല്ലാം നെഗറ്റീവ് റിവ്യൂസ് മാത്രമേ കിട്ടുന്നുള്ളൂ. യു നീഡ് ടു റിയലി കൺസിഡർ ദാറ്റ്. രണ്ടാമത്തെ കേസ്, നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ കീവേഡിന്റെ ബിഡ് വാല്യൂ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരുപാട് പുതിയ പ്ലേയേഴ്സ് അതിനകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ബിഡ് കൂട്ടി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു കനോട്ട് സർവൈവ് ഇൻ ദാറ്റ് ഗെയിം. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. കോമ്പറ്റീറ്റേഴ്സ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡിമാൻഡ് എന്ന് പറയുന്ന സാധനം വളരെ കുറവാണ്. നിങ്ങളെക്കാട്ടിയും ഏറ്റവും ബെറ്ററിൽ നിൽക്കുന്ന ഒരു കോമ്പറ്റീറ്റർക്ക് തന്നെ വളരെ കുറഞ്ഞൊരു സെയിൽസ് ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആ പ്രൊഡക്റ്റ് മാറ്റിയിട്ട് അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോകേണ്ടി വരും. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഇത്തരത്തിലുള്ള പാറ്റേൺസ് നിങ്ങൾ ബിസിനസ്സിലാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രൊഡക്റ്റ് മാറ്റി പുതിയ പ്രൊഡക്റ്റ് ചെയ്യുക. കാരണം എന്താണ്? ഈ നോളജ് എന്ന് പറയുന്നത് ഒരു 50 രൂപയുടെ പ്രൊഡക്റ്റ് വെക്കുന്നതിനും 5000 രൂപയുടെ പ്രൊഡക്റ്റ് വെക്കുന്നതിനും സെയിം നോളജാണ് വേണ്ടത്. ആൻഡ് ദ ചോയ്സ് ഈസ് കംപ്ലീറ്റ്ലി യുവേഴ്സ്.